എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. എല്ലാവരും അറിഞ്ഞാണോ അല്ലേ, തൻ്റെ സുഹൃത്തായ ഹിന്ദു യുവതിയോട് നീ ബീഫ് തിന്നില്ല അതെന്താ നീ BJP ആണോ എന്ന് ചോദിച്ചിട്ട് ആ ചോദ്യം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കുകയും ബീഫ് തീറ്റിക്കാൻ വേണ്ടി മുറവിളി കൂട്ടുകയും ചെയ്ത ആ ശബ്ദം ഷിയാസ് കരീമിന്റെ ശബ്ദം. ഇദ്ദേഹം പറഞ്ഞത് 365 ദിവസം മറ്റേ പുസ്തകം വായിക്കാറുണ്ട്. അത്രക്ക് നല്ല വെട്ടിപ്പായ ഈമാനായ ചെറുപ്പക്കാരനാണ്. പിന്നെ ഈ പുള്ളിക്കാരൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്, പന്നിയിറച്ചി കുരുമുളക് ഇട്ടിട്ട് നല്ല വറുത്തെടുത്തു കഴിഞ്ഞാൽ തിന്നാനുള്ളൊരു ടേസ്റ്റ്. അല്ല, നമുക്കിപ്പോൾ ഒരു ടേസ്റ്റിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് പറയണമെങ്കിൽ നമുക്ക് അനുഭവ സമ്പത്ത് ഉണ്ടാവണം. ഞാൻ ബീഫ് കഴിക്കാറില്ല, അതുകൊണ്ട് ബീഫിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല. പന്നിയിറച്ചി കഴിക്കാറുണ്ട്, അതിൻ്റെ ടേസ്റ്റ് എനിക്കറിയാം, ഞാൻ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലാണ് അതിൻ്റെ ഒരു രുചി പറയാനാവില്ലേ. ഷിയാസ് പക്ഷെ നല്ല ബെസ്റ്റായിട്ട് പറയുന്നുണ്ട്, പന്നിയിറച്ചി കുരുമുളക് ഇട്ട് വരട്ടി വെച്ചാലുള്ള ടേസ്റ്റ് അതെന്തെങ്കിലും ആവട്ടെ. ഇനി ഷിയാസ് പന്നി കഴിച്ചാലും ശരി, പോത്തിറച്ചി കഴിച്ചാലും ശരി, ചിക്കൻ കഴിച്ചാലും ശരി, മട്ടൻ കഴിച്ചാലും ശരി, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ല. ഇനി ഈ ഷിയാസ് അവൻ്റെ സുഹൃത്തായ ഹിന്ദു യുവതിയെ ബീഫ് തെറ്റിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, അതും ചെയ്തോട്ടെ. അതിന് നമുക്കെന്താ, ഓക്ക് തിന്നാൻ ഇഷ്ടമാണെങ്കിൽ തിന്നട്ടെ, ഇനി തിന്നാൻ ഇഷ്ടമല്ലേ തിന്നണ്ട. അതൊക്കെ അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ്, സ്വാതന്ത്ര്യമാണ് അല്ലേ. പക്ഷെ ഷിയാസ് കരീം എന്ന ഈ വ്യക്തിയെ കുറിച്ചിട്ട് 2 വാക്ക് പറയണമെന്ന് ഒരുപാട് നാളെ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരവസരം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു ഇത്രയും നാളും. ഇപ്പോഴാണ് അവസരം വന്നത്. ഈ ഷിയാസ്, നിനക്ക് BJP എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ചൊറിച്ചിലാണല്ലേ. കേരളത്തിലെ താമര വിരിയില്ല പോലും. കേരളത്തിലെ താമര വിരിയില്ലെങ്കിൽ അങ്ങ് പോട്ടെ, എന്നാലും നന്നായിട്ട് പൂത്ത് വിരിഞ്ഞല്ലോ അല്ലേ. 365 ദിവസം മറ്റേ പുസ്തകം വായിക്കുന്ന ഇമാനായ ചെറുപ്പക്കാരൻ. എന്നാലും 60 വയസ്സുള്ള ഒരു സ്ത്രീയെ ഈ രീതിയിൽ പറ്റിക്കാൻ നിനക്കെങ്ങനെ കഴിയുന്ന ഷിയാസെ? അല്ല, സ്ത്രീകളുടെ ബഹുമാനം ഉണ്ടെങ്കിലല്ലേ 60 വയസ്സുള്ള സ്ത്രീയാണ്, എൻ്റെ ഉമ്മയുടെ അത്ര അല്ലെങ്കിൽ ഉമ്മയേക്കാൾ കൂടുതൽ പ്രായമുള്ള സ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ട് അവരെ ബഹുമാനിക്കുക. സ്ത്രീ എന്നാൽ വെറും കൃഷിയിടമാണ് എന്ന് 365 ദിവസം വായിച്ച നീ പിന്നെ എങ്ങനെയാണ് സ്ത്രീയെ കാണുക? 60 വയസ്സായാലും അങ്ങനെയൊക്കെ തന്നെ. എന്നാൽ എങ്ങനെ കഴിയുന്നു ഷിയാസ് ഈ 60 വയസ്സുള്ള സ്ത്രീയെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറ്റിച്ച് കൂടെ കിടന്നിട്ട് ജീവിത അവസാനം വരെ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് പൈസ വാങ്ങാൻ വേണ്ടി കാണിച്ച മിടുക്കേ, നീ മിടുക്കനാണ്. പിന്നെ നിന്റെ ആ വോയിസ് മെസ്സേജ് എല്ലാം കേട്ടിന് കേട്ടോ. അത് പിന്നെ എനിക്കിപ്പോൾ ആരും അയച്ചൊന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരോട്ടമാണ് നിന്റെ ആ വോയിസ് മെസ്സേജ്. പക്ഷെ ആ 60 വയസ്സായ സ്ത്രീക്ക് നീ അയച്ച ആ വോയിസ് മെസ്സേജ് പബ്ലിസിറ്റി നേടുന്നതിന് മുന്നേ നീ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ സ്ത്രീ 60 വയസ്സുള്ള സ്ത്രീയാണ്, അങ്ങനെയൊക്കെ കാണാൻ വേണ്ടി പറ്റുമോ ആ സ്ത്രീയെ? അവർ എൻ്റെ കുടുംബമായിട്ട് നല്ല ബന്ധമാണ്, അവരെൻ്റെ കല്യാണത്തിന് അങ്ങ് ഗൾഫിൽ വരെ വന്നിട്ടുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മെഴുകലായിരുന്നല്ലോ. പക്ഷെ വോയിസ് മെസ്സേജിൽ അങ്ങനെയൊന്നല്ല കേട്ടാ, എല്ലാം കേട്ടിരിക്കണ്. സത്യത്തിൽ ആ വീഡിയോയിൽ നീ പറഞ്ഞത് ഭയങ്കര മാന്യമായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണെന്നാണ്. ഇങ്ങനെയാണോ നിന്റെ മാന്യത? 60 വയസ്സുള്ള ഒരു സ്ത്രീയെ പറഞ്ഞു പറ്റിച്ച് 65 ലക്ഷത്തോളം പൈസ പിടിച്ചു വാങ്ങി. എൻ്റെ അക്കൗണ്ടിലേക്ക് ഒന്ന് അയക്കല്ലേ, കുടുംബത്തിലാകെ പ്രശ്നമാകും, അതുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നെ തന്നാൽ മതി ലക്ഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങുന്നതാണോ ഷിയാസെ മാന്യത? നിന്റെ കല്യാണത്തിന് മഹർ വാങ്ങാണ്ടി പോലും ആ സ്ത്രീയെ പറ്റിച്ചിട്ട് പൈസ വാങ്ങിയെന്ന് പറഞ്ഞു. ഭയങ്കര കഷ്ടമായി. നിനക്ക് ഇങ്ങനെ എങ്ങനെ സാധിക്കുന്നു ഊവേ? നീ വല്ലാത്തൊരു ഹിമാനായ ജീവിതം കേട്ടാ. ശരിക്കും നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് 365 ദിവസം ആ പുസ്തകം വായിച്ചത് കൊണ്ടാണോ? അല്ല, നീ തന്നെയാണ് പറഞ്ഞത് ആ പുസ്തകം വായിച്ച് അതിൽ ഓരോ വരികൾ അനുസരിച്ച് ആ പുസ്തകത്തിൽ പറയുന്ന പാതയിലൂടെ സഞ്ചരിക്കുന്ന ഇമാനായ പുരുഷനാണെന്ന്. അല്ല, നീയല്ലേ അഖിൽമാരാറിനെ കുറിച്ചിട്ട് ഭയങ്കര പരിഹാസത്തോടെയും ആക്ഷേപത്തോടെയൊക്കെ സംസാരിച്ചത്? നിനക്ക് ആ അഖിൽമാരാറിന്റെ പേര് പറയാൻ വല്ല യോഗ്യതയുണ്ടോ? അഖിലിന്റെ പേര് മുഴുവനായിട്ടില്ല, അഖിലിന്റെ പേരിന്റെ ആ ആദ്യത്തെ അക്ഷരല്ലേ, അത് പറയാൻ പോലുള്ള യോഗ്യത ഉണ്ടോ? 365 ദിവസം ആ പുസ്തകം വായിച്ച് മനപ്പാഠമാക്കി അതേ രീതിയിൽ സഞ്ചരിക്കുന്ന ഈമാനായ യുവാവെ. പിന്നെ സുരേഷ് ഗോപി എന്ന് കേൾക്കുമ്പോഴൊക്കെ നിനക്ക് ഭയങ്കര ചൊറിച്ചിലാണ്. നിനക്കൊക്കെ എന്ത് യോഗ്യതയാണ് സുരേഷ് ഗോപിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്? നീ
ഇതിനു മുന്നേയും കാസർഗോഡ് ഒരു പ്രായപൂർത്തിയാകാത്ത പെങ്കുച്ചിനെ പീഡിപ്പിച്ചെന്നും പറഞ്ഞിട്ട് പോപ്പുലറായ വ്യക്തിയാണ്. ഇപ്പം രണ്ടാമത് ആദ്യം ഒരു 60 വയസ്സുള്ള സ്ത്രീയെ, വയോധികയായ ഒരു സ്ത്രീയെ പറഞ്ഞു പറ്റിച്ച് ലൈംഗികമായി ഉപയോഗിച്ച് വീണ്ടും വൈറലായി. സമ്മതിച്ചേട്ടാ. പിന്നെ നിന്നോട് ഒരു കാര്യം പറയുള്ളൂ, എന്താണെന്നറിയോ? നിന്റെ ആ അലിഞ്ഞ നാവ് കൊണ്ട് ഇനി ഒരിക്കലും താമര എന്ന് പറയരുത്. അത് പറയാനുള്ള യോഗ്യത ഇത്രയും ചേറിൽ കിടക്കുന്ന നിനക്കില്ല. താമര എന്ന് പറയാനുള്ള യോഗ്യത നീ നേടണമെങ്കിൽ ഇനിയും 7 ജന്മം ജനിക്കണം. അവനെ 60 വയസ്സുള്ള സ്ത്രീ ഇക്കൂ എന്ന് വിളിക്കല്ലത്രേ. ഓന്റെ 365 ദിവസം വായിച്ച പുസ്തകത്തിന്റെ ആ ഒരു പവറേ കൂട്ടത്തിൽ ഇനിയുണ്ടാ ഇത്തരത്തിൽ 365 ദിവസം ആ പുസ്തകം വായിച്ച ഇമാനായ ചെറുപ്പക്കാര് ഭയങ്കരം തന്നെ. ഇനി എത്ര ആരോപണങ്ങൾ വരാനിരിക്കുന്നു അല്ലേ? ഒരു പഴഞ്ചൊല്ലുണ്ട്, ചെമ്മീൻ തുള്ളിയ മുട്ടോളം, പിന്നെ തുള്ളിയാലേ ചട്ടിയിൽ തന്നെയാണ്. മറ്റൊരു നല്ലൊരു വീഡിയോ മറ്റുടൻ വരുന്നവരെല്ലാവരും ജയ് ഹിന്ദ്.